ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗ് ടു ബനാന സർ എഫക്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്യാറില്ല, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വിക്കിക്കുട്ടൻ പോയി ഗായ്സ്, കുറച്ച് ദിവസമായി പോയിട്ടല്ലേ. ആദ്യം ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, പേടിക്കണ്ട. മലയാളമൊക്കെ സംസാരിക്കും, പേടിക്കണ്ട. ഓക്കെ ഒന്ന് മലയാളം സംസാരിച്ച് ഹായ്. ഇംഗ്ലീഷ് അല്ലേ കുട്ടി, എന്തെങ്കിലും ആട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നാണ് ഞങ്ങൾ മേടിക്കണം. ഞാൻ ഷോപ്പിംഗ് ഒന്നും കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, കാരണം മഴയും തിരക്കൊക്കെ ഇരുന്നവിടെ ഭയങ്കര തിരക്ക്. ഒരു സ്റ്റേഷനറി മറ്റേ മിനിസോയൊക്കെ പോലത്തെ അടിപ്പം കടയായിരുന്നു കേട്ടോ. അതൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ്, കണ്ടോ? ഇത് സേഫ് ആണ് കേട്ടോ, അഴുക്കൊന്നും ആവത്തില്ല. ഇവിടെ കഴുക്കാം, പക്ഷെ അടിയിൽ ഒരു ബ്ലാക്ക് കവർ ചെയ്തിട്ടുണ്ട്, അതേപോലെയാണ് ആദ്യയുടെ. പിന്നെ എനിക്ക് ഇവിടെ അടിയിൽ ഒരു സിബ് കയറുണ്ട്, കണ്ടോ? സേഫ്റ്റിക്കാണ്. അതെന്തെങ്കിലും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെക്കാം. അപ്പോൾ ഫസ്റ്റ് ആരുടെ കാണിക്കും, ഒരുമിച്ച് കാണിച്ചാൽ പിന്നെ പറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഫസ്റ്റ് ആദ്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ മേടിച്ചൊരു ബാഗ് ഇതാണ്. എനിക്ക് നല്ല ഭംഗിയുണ്ട്. വേറെ എണ്ണമാണ് ഞാൻ നോക്കിയത്, പക്ഷേ അതിൽ കുറച്ച് കിച്ചുണ്ട്. ഇതാണ് കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ട് ഒരു ആൻറ്റി ചോദിച്ചതിനോട്, അന്ന ചേച്ചിയുടെ പോലത്തെ എനിക്ക് വേണമെന്ന് ആൻറ്റിനോട് പറഞ്ഞു. അപ്പം അന്ന ചേച്ചിയുടെ പോലത്തെ തന്നില്ലെങ്കിലും അന്ന ചേച്ചിയുടെ പോലത്തെ സെയിം കുറച്ചൊക്കെ തന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യകൂട്ടം തുറക്കാൻ പോവാണ്. ഫസ്റ്റത്തെ കള്ളില് എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റത്തെ കള്ളിയിൽ ഒരു സാധനമുണ്ട്. ഞാൻ തേന ഒരു ക്രയോൺ വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് തേന ഇതാണ്, പക്ഷെ ഫുള്ളും കണ്ടോ? 24 ഷെയ്ഡ്സ് കളേഴ്സ് ആണ്. ഫുള്ളും കാണിച്ചാൽ ചിലപ്പോൾ പോകും, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയോന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ അത് പുറത്തെടുത്ത് വെച്ചോ ഇപ്പൊ. ഓക്കെ, അടുത്തത് ഈ സിബിലൊന്നുമില്ല, ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴും അങ്ങനെയാണ്. അടുത്തത് ഗൈസ് ഈ കള്ളിയിലാണ്. അപ്പം നമുക്ക് ഈ കള്ളിയിൽ തുറക്കാം. ഈ കള്ളിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഈ കള്ളിയിൽ ഇഷ്ടപ്പെട്ടത് ഇതേന ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ഞാനും വലുതായി 2ാം ക്ലാസ് ഈ ക്ലാസ്സിൽ 2 ഈ ക്ലാസ്സിലൊക്കെ ആയി. അപ്പം ഞാനും വലുതായി. അപ്പോൾ ഞാനും 2ാം ക്ലാസ്സിലത്തെ വലിയ കുട്ടിയൊക്കെ ആയില്ലേ. അന്ന ചേച്ചിയും എങ്ങനെ തുറക്കണേന്ന് കാണിക്കണേ. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയാണ് തുറക്കുന്നത്, കണ്ടോ ഗൈസ്? എനിക്ക് 2 സ്പൂൺ കിട്ടിയിട്ടുണ്ട്. സ്പൂണില് വാരി തിന്നാ, അല്ലെങ്കിൽ നമുക്ക് ചോറ് തിന്നാ. ഇത് നമുക്ക് ഈ സ്പൂൺ ഉള്ളതുകൊണ്ട് ഞാൻ ഇതും വെച്ചാണ് തിന്നുന്നത്. ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ. തുറന്നോ? ഇത് തുറക്കണേ അത് തുറക്കാൻ ഞാൻ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് തുറന്ന് കാണിക്കും അവൻ. ഗൈസ്, ഞാൻ തുറന്ന് കാണിക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ബ്ലൂ ആയിരുന്നു അവിടെ ഉള്ളത്, പിന്നെ ഞാൻ യെല്ലോ വേണമെന്ന് ഒന്ന് പറഞ്ഞു. അപ്പം ഒരു ആൻറ്റി അതുപോലത്തെ തന്നെ ഒരു യെല്ലോ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അൺബോക്സ് ചെയ്യുമ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ലുക്ക്. ചോറും ഇവിടെ കറിയും ഇവിടെ ചോറും ഇടാം. നമുക്ക് പാത്രത്തിൽ തന്നെ ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ കറി വെക്കാം, ഇവിടെ ചോറ് വെക്കാം. വേറെ ഏതെങ്കിലും അമ്മമാർ എന്തെങ്കിലും തന്നിടുന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ കൊണ്ടുപോകാം. കറി അടക്കുവാണ്, എന്നിട്ട് ഞാനിവിടെ വെക്കുവാണ്. ഓക്കെ, അടുത്ത കാണിച്ചോളൂ. അടുത്തത് ഞാൻ പെൻസിൽ പീക്കാച്ചുവിൻ്റെ ഒരു പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. കണ്ടോ? പീക്കാച്ചുവിൻ്റെ ഒരു പെൻസിലും വാങ്ങിയിട്ടുണ്ട്. അടുത്തത് ഗൈസ് വലിയൊരു ക്രയോൺ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ തുറന്ന് കാണിക്കട്ടെ. ഞാൻ തുറന്ന് തുറന്നോ? അപ്പോൾ ഗൈസ്, ഞാൻ തുറന്നിട്ട് അടുത്ത് കൊണ്ടുവന്നിട്ട് കാണിക്കുക. ഇതിൽ ഇത്രയും കളേഴ്സ് ഉണ്ട്. ഞാൻ ഈ കവർ പൊട്ടിച്ചിട്ടില്ല, അപ്പം നമുക്ക് ഇപ്പം പൊട്ടിക്കണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ അതേ ഫുള്ള് തുറന്നിട്ടുണ്ട്. തുറന്നുകൊണ്ട് കാണിക്കാൻ പറ്റണല്ലോ അധികം. ഇതേ കണ്ടോ? ഇതിവിടെ ഒരു ട്രാൻസ്പെറൻ്റ് ആണ്, ഇത് കണ്ടോ? ഓക്കെ, ഇനി അടുത്തത് കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്തത് ഈ കളിയിൽ ഇനി ഒന്നുമില്ല. അപ്പം നമുക്ക് ഇത് പൂട്ടാം. എന്നിട്ട് എൻ്റെ ബാഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തത് 3ാമത്തെ കളിയിൽ. അയ്യോ ഗൈസ്, ഞാൻ അവിടെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ.
ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കള്ളിയിൽ അതിൽ കുറേ സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഇത്രയും സാധനങ്ങളല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പം ഗൈസ് അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ബോസാണ്. ഇതേ കണ്ടോ, സ്മൈലി ഒക്കെ ഉള്ളൊരു ബോസാണ്. ഇതേ ഇനി ഞെക്കിയാൽ അതിനെ ഇങ്ങനെ നെക്കുക. പിന്നെ ഇത് പൊട്ടിപ്പോകരുത്. പിന്നെ റബ്ബറും കട്ടറും ഇടാനുള്ള സാധനം. പിന്നെ തുറന്ന് കാണിക്കുമ്പോഴാണ് നല്ല ലൈറ്റ് യെല്ലോ കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്തത് ഇവിടെ നല്ല ലൈറ്റ് യെല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ബോസാണ്. അപ്പോൾ നമുക്ക് ഇതും മാറ്റാം. അതിന്റെ ഫേവറേറ്റ് കളർ ഈ ഒരു യെല്ലോ ആണ്. ഏറ്റവും ഇഷ്ടമുള്ള അടുത്ത കാണിച്ചോ യെല്ലോയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെക്കാം ഇതൊക്കെ. അപ്പോൾ ഗൈസ് ഇവിടെ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ തെറ്റിയിട്ടൊന്നുമില്ല. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് അവര് ഫ്രീ ആയിട്ട് തന്നതാണ് കേട്ടോ. 3 എണ്ണം. എനിക്ക് 3 എണ്ണം ഇതേപോലത്തെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഓരോ ആനിമൽസ് ആണ്. ആനിമൽസ് കുറെ ഉണ്ട്. എനിക്ക് ഈ പൂച്ചേനെയാണ് ഒട്ടിക്കാൻ ഭയങ്കര ഇഷ്ടം. എല്ലാം ഉണ്ട്. പാൻഡ ഉണ്ട്, പെൻഗ്വിൻ ഉണ്ട്, മങ്കി ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ക്യാറ്റ് ഇഷ്ടമായി. എടുത്തു വെച്ചോ. ഇനി അടുത്തെടുത്തോ. അപ്പൊ ഗൈസ് ഞാൻ 2 നെയിം സ്ലിപ്പ് മേടിച്ചിട്ടുണ്ട്. അല്ല, ഇത് ഫ്രീ കിട്ടിയതാണ്. പിന്നെ വലിയൊരു സ്പൈഡർമാൻ്റെ നെയിം സ്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്. അത് 3 എണ്ണമാണ് കേട്ടോ. ഇത് റേറ്റ് കൂടുതലായതുകൊണ്ടാണ് 3 എണ്ണം മാത്രമായിട്ട് വെച്ചേക്കുന്നത്. കണ്ടോ, ഇതാണ് സ്പൈഡർമാൻ്റെ. ഇതും അതുപോലെ തന്നെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഇത് വെക്കാം. അടുത്തത് അടുത്തത് വെക്കാൻ മറന്നുപോയി. അപ്പൊ ഗൈസ് അടുത്തത് ഞാനൊരു പെൻസിൽ സെറ്റ് ആണ്. ഞാൻ പെൻസിലും വാങ്ങി. പിന്നെ സ്കെയിലുണ്ട്. ഇതിൽ റബ്ബറും കട്ടറും, റബ്ബർ കട്ടറും 2 പെൻസിലും ഉണ്ട്. എനിക്ക് അത്രയും മതി എഴുതാൻ. അതുകൊണ്ട് ഞാൻ അധികം പെൻസിലൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അടുത്തത് ലാസ്റ്റ് വന്നുണ്ട് ഒന്ന്. പിന്നെ ഫ്രണ്ട്സ് അപ്പോൾ 2 കളറിംഗ് ബുക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. 2 കളറിംഗ് ബുക്കാണ്. അതെ, തുറന്നു. ഗൈസ് യൂണിക്കോണിൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ യൂണിക്കോണിന്റെ പിക്ചർ ഉള്ളതാണ്. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്. അത് ഇങ്ങനെ കളർ കൊടുത്തിട്ടുണ്ട്. അതില് നോക്കി കളർ അടിക്കാനാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആണ്. ഓക്കെ, പറ. എന്റെ കയ്യിലിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് എന്റെ ബാഗ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ഇവിടെ ഒരു സേഫ്റ്റി ഇതുണ്ടെന്ന്. ഇവിടെ ഇതേപോലെ സിബ് വരണുണ്ട്. ഇത് തുറക്കടക്കൊക്കെ ചെയ്യാൻ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇത് കുഴപ്പമൊന്നുമില്ല, നെറ്റ് ടൈപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതെല്ലാം തുറന്ന് കാണിച്ചു തരാം. ഫസ്റ്റത്തെ കള്ളിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് കണ്ടോ, ഒന്നുമില്ല. ഇതിന്റെ എന്തുവാ, ഇതിന്റെ ബ്രാൻഡ് ഏതാ? വിൻസോ എന്ന് പറയുന്ന ഏതൊരു ബ്രാൻഡാണ്. പിന്നെന്ന് പറയുന്നത് എനിക്ക് മാത്സിനും കുറച്ച് ബുക്സ്, വേറെ ബുക്സ് ഉണ്ട്. അതിനെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. ഇത് കണ്ട് കുറച്ച് ബുക്സ് മേടിച്ചോളൂ. ബാക്കി ബുക്സ് അവിടെയാണുള്ളത് ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയണ ഈ കള്ളിയിലാണെന്നാ തോന്നുന്നേ. ഇത് വലിയ ബാഗ് ആയതുകൊണ്ട് കുറച്ച് ടാസ്ക് ആണ് തുറക്കാനും അടക്കാനൊക്കെ. ഇത് സിബ് എവിടെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. ഇത് തുറക്കുമ്പോൾ കുറേ സാധനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ ഈ ഒരു നെയിം സ്ലിപ്പാണ്. കണ്ടോ, റെയിൻബോ നെയിം സ്ലിപ്പാണ്. ഇത് സാധാരണ നെയിം സ്ലിപ്പാണ്. അതേപോലെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. 3 എണ്ണം ഉണ്ട് കിട്ടിയേക്കണേ ഇത്. അതേപോലെ കണ്ടോ, 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെന്ന് പറയണത് ആദ്യം ഇപ്പൊ 2ാം ക്ലാസ്സിലേക്കാണ്, ഞാൻ 6ാം ക്ലാസ്സിലേക്കാണ്. അപ്പൊ 2 വുഡി ആണോ എനിക്കറിയില്ല. വുഡി എന്ന് പറയണ എന്തോ ഒരു സംഭവമാണ്. 2 തെളിച്ചുള്ള പേനയാണ് കേട്ടോ ഇത്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്തെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇത് കളറാണ്. ഞാനിത് തുറന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇത് തുറക്കുമ്പോൾ ഇതിങ്ങനെയാണ് ഉള്ളത്. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സെറ്റാണ്. ഒരു ഡാമേജും ഇല്ല. അവർ നല്ലോണം തരും. കണ്ടോ,
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെൻസിൽ സെറ്റാണ്. കണ്ടോ, ആദ്യം നേരത്തെ കാണിച്ചില്ല, അത് തന്നെയാണ് സംഭവം. പിന്നെന്ന് പറയണത് പെൻസിൽസിൻ്റെ ഇതാണ്. പെൻസിൽസിൻ്റെ 3 എണ്ണമാണ്. ഇത് അച്ഛൻ മേടിച്ചതാണ്. എനിക്കും അധികം ഷെയർ ഇടാനാണ് കേട്ടോ. ഇത് കളർ ടൈപ്പാണ്. ഇത് എഴുതുമ്പോൾ സാധാരണ പെൻസിലാണ്, പക്ഷെ ഇതിൻ്റെ ഡിസൈൻ കളറായിട്ടാണ് പറഞ്ഞത്. ഇത് നല്ല ഡാർക്കിഷ് ആയിട്ടുള്ള, അതിൻ്റെ കൂടെ ഇറേസർ വരും. അതെ, ഇങ്ങനത്തെ ഒരു ഇറേസറാണ് വരുന്നത്. ഇത് കണ്ടോ, അങ്ങനത്തെ വരും. പിന്നെന്ന് പറയുന്നത് എനിക്ക് ആവശ്യമായിട്ട് ഹൈലൈറ്റർ ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എനിക്ക് മാർക്ക് ചെയ്യാനായിട്ട് 2 ഹൈലൈറ്ററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ തെളിച്ച് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഹൈലൈറ്റർ. ഈ ബ്ലൂ ഞാൻ നേരത്തെ വരച്ചതാണ്, ഇപ്പോൾ വരച്ചത് ഈ ഒരു വയലറ്റാ. പിന്നെ വൈറ്റ് ബോർഡ് മാർക്കറാണ് മേടിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ വൈറ്റ് ബോർഡ് ഉണ്ട്, അപ്പോൾ അതിനൊരു മാർക്കർ മേടിച്ചു. പിന്നെന്ന് പറയണ സ്റ്റിക്കി നോട്ട്. അത് വേണമെങ്കിൽ നമുക്ക് നോട്ട്സ് ഒക്കെ എഴുതി ഒന്നൊട്ടിച്ചൊക്കെ വെക്കാവുന്നതാണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ദേ ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. തുറന്നു, ദേ ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ വൈറ്റ് ഒക്കെ വരുന്നുണ്ട്, ഇതിൽ കണ്ടോ. പല പല കളേഴ്സ് ആയിട്ടാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നതാണ് പൗച്ച്. ഞാൻ ബോക്സ് ഇപ്പം എനിക്ക് വേണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പൗച്ച്. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൗച്ചാണ്. ഇതിനെന്തോ 200 റേറ്റിംഗ് ആണ് വരുന്നത്. കണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതേ കണ്ടോ, ഇതിങ്ങനെയാണ് ശരിക്കും വരുന്നത്. ഇതിപ്പോൾ അവർ വെറുതെ വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനമുണ്ട്. അത് മാറ്റിയാൽ പിന്നെ പെൻസിലും ഷാർപ്നറിൽ ചെത്തിയൊക്കെ ഇടുമ്പോൾ പൊടിയൊക്കെ ആവില്ല, ഇതിൽ അഴുക്കൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ വെക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഓ സേഫ് ജേണി. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, നല്ല അടിപൊളി ഡിസൈനാണ്. കണ്ടോ, പിന്നെ ഇവിടെ ഇതേപോലെ ഒരു ബോഗ് അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു കിറ്റിൽ ഇത് ബുക്ക് കവറാണ്. കണ്ടോ, വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരെണ്ണം ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. കണ്ടോ, ബുക്ക് കവറാണ്. ഇത് എനിക്ക് മാത്രമല്ല ആദ്യം ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ ഇല്ല ഷെയർ നമുക്ക് 2 പേർക്കും. പിന്നെ കോട്ടയാണ്. ഇത് നമുക്ക് മഴയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാനായിട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ടവലാണ്, ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ ടവലാണ്. പിന്നെ ലെഗിൻസും പാൻറ്റീസൊക്കെയാണ്. പിന്നെ സോക്സ് ആണ് കേട്ടോ. ഇത് ബ്ലാക്ക് ആണോ ഫ്രണ്ട്സ്? ഇത് ബ്ലാക്ക് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞു, ആദ്യയുടെയും കഴിഞ്ഞു, എൻ്റെയും കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇതാണ്, സെക്കൻഡ് ഞാൻ ഈ ഒരു ഇതാണ് മേടിച്ചത്, സ്റ്റിക്കി നോട്ടാണ്. പെൻ സെറ്റ്, പിന്നെന്ന് പറയണത് ഈ സെറ്റാണ്. പിന്നെ ഈ ഒരു സെറ്റാണ്. പിന്നെ പൗച്ച്, പിന്നെ ഈ ഒരു കളർ, ഫ്രീ നെയിം സ്ലിപ്പ്, റേറ്റിംഗ് നെയിം സ്ലിപ്പ്, പിന്നെ കുറച്ച് ബുക്സ്, പിന്നെ ഹൈലൈറ്റർ, മാർക്കർ പെൻ, പിന്നെ ഇതിൻ്റെ കവറാണ്. പൗച്ചിൻ്റെ ഈ ഒരു കവറാണ് ഉള്ളത്. നമുക്ക് പൂട്ടി വെക്കാൻ, നമുക്ക് സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഉപയോഗിക്കാനല്ലേ ഇത്. ഇതെങ്ങനെയാ വെക്കേണ്ടത് ഞാൻ മറന്നു പോയിട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ദേ കണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ദേ വേറൊരു പൗച്ചുണ്ട്. ഇത് നമുക്ക് തീർന്നാണെങ്കിൽ മാത്രം ഉപയോഗിക്കാം, കുഴപ്പമില്ല, നല്ല പൗച്ചാണ്. ഇതേ കുഴപ്പമില്ല കേട്ടോ. ഇതിൽ ഇട്ടേക്കുന്നത് ഇതേ കണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതെ ഫ്രണ്ട്സ്, അപ്പോൾ ലാസ്റ്റ് ആയിട്ടൊരു സാധനം കാണിക്കാൻ മറന്നുപോയി. ഈ ഒരു ലഞ്ച് ബോക്സ് ആണ്. ഞാൻ അറ്റത്ത് വെച്ചോണ്ട് ബാഗിൽ സ്ഥലമില്ല, അപ്പോൾ അറ്റത്ത് വെച്ചോണ്ട്
ഞാൻ മറന്നു പോയതാണ്. അപ്പം ഞാൻ ഇത് തുറന്ന് കാണിച്ചാൽ സാധാരണ ഒരു നല്ല ഒരു ഇതാണ്. ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ വരും. നമുക്ക് ഇവിടെ ഇങ്ങനെ തുറക്കാം. അതിൻ്റെ കൂടെ ഇതേ കണ്ടോ, കറിയൊക്കെ നമുക്ക് വെക്കാം സാധാരണ. എന്നിട്ട് നമുക്ക് സാധാരണ പോലെ അങ്ങനെ അടക്കാം. ഇതാണ് ഞാൻ കാണിക്കാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഡിസൈനും ഉണ്ട്, നല്ല മാച്ചിങ് ആണ്. പിന്നെ എനിക്ക് ബാഗിന് കീ ചെയിൻ മേടിക്കണം. പിന്നെ ബോട്ടിൽ ഞാൻ മേടിച്ചിട്ടില്ല, അതും കൂടി മേടിക്കണം. ബാക്കിയെല്ലാം ഫിനിഷാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്, ബൈ ഫ്രം A+ Vlog to ബൈ ബൈ.